ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്റെ യൂട്യൂബ് ചാനലായ ടർബോ ടോക്സിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ ആണ്. അതായത് നമ്മൾ മാരുതി സുസുക്കിയുടെ കീലെസ് എൻട്രി അല്ലാത്ത ഏത് മോഡൽ കാർ മേടിച്ചാലും അതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലത്തെ ഒരു സാധാരണ കീ ഫോബ് ആണ്. അതായത് ഫ്ലിപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു കീ. ഈ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയാത്ത കീയെ നമുക്ക് ഒരു ഫ്ലിപ്പ് കീ ആക്കി മാറ്റുവാൻ കഴിയുമോ? സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് അത്. പക്ഷെ നമ്മൾ കടയിൽ കൊടുത്ത് കുറച്ച് കാശ് ചെലവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ ഒരു ഫ്ലിപ്പ് കീ ആക്കി മാറ്റുവാൻ കഴിയും? അതിന് നമുക്ക് ആദ്യം വേണ്ടിയത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മാരുതി സുസുക്കിക്ക് വേണ്ടിയുള്ള ഫ്ലിപ്പ് കീ ഷെൽ വാങ്ങുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫ്ലിപ്പ് കീ ഷെല്ല് വാങ്ങുവാൻ കഴിയും. ഇതിന് ഏകദേശം 500 രൂപ മുതൽ മുകളിലോട്ടാണ് വില തുടങ്ങുന്നത്. ഈ ഫ്ലിപ്പ് കീ ഷെൽ വാങ്ങിയതിനു ശേഷം നിങ്ങളുടെ നോർമൽ കീ, നിങ്ങളുടെ മാരുതിയുടെ കൂടെ കിട്ടിയ സ്റ്റോക്ക് കീയിൽ നിന്ന് അതിന്റെ ട്രാൻസ്പോണ്ടർ, അതായത് അതിന്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉള്ള ആ ട്രാൻസ്പോണ്ടർ സിമ്പിൾ ആയിട്ട് അതിൽ നിന്നും ഈ കീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടിയത്. ഇനി ഈ കീയിലെ ട്രാൻസ്പോണ്ടർ എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നത് എന്ന് നോക്കാം. ആദ്യം ഈ കീ, മാരുതിയുടെ കീയില് ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ ലൂസ് ആക്കിയതിനു ശേഷം ഈ ഷെല്ല് തുറക്കുക. ഈ ഷെല്ല് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ തുറന്നെടുക്കാവുന്നതാണ്. ഈ ഷെല്ല് തുറന്നതിന് ശേഷം ഉള്ളിൽ നമുക്ക് ആ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉള്ള ആ ട്രാൻസ്പോണ്ടർ ലഭിക്കുന്നതാണ്. ആ ട്രാൻസ്പോണ്ടർ ഈ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പോണ്ടർ സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ വാങ്ങിച്ച ഈ കീ ഷെൽ, ഫ്ലിപ്പായിട്ടുള്ള ഈ കീ ഷെല്ല് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് എടുക്കുവാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ട്രാൻസ്പോണ്ടർ, ഈ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉള്ള ട്രാൻസ്പോണ്ടർ ഈ കീ ഷെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതിന്റെ ബാക്ക് കവർ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഈ കീ ഒന്ന് മടക്കേണ്ടതാണ്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിന്റെ സ്ക്രൂ അതിന്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. സ്ക്രൂ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. സ്ക്രൂ ടൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ കൂടെ ഒരു സുസുക്കിയുടെ ലോഗോ ലഭിക്കുന്നതാണ്. ആ ലോഗോ നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി ബാക്കിയായിട്ടുള്ള വർക്ക്, ഇത് നമുക്ക് മാരുതിയുടെ നമ്മുടെ കാറിന്റെ കീ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമുക്കൊരു കീ മേക്കറിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ പഴയ കീ വെച്ചിട്ട് ഈ കീ ഇതിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മാരുതിയുടെ സാധാ കീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോക്കറ്റിൽ കൊണ്ടു നടക്കുവാനും ഉപയോഗിക്കുവാനും ലുക്ക് വൈസ് ആണെങ്കിലും വളരെ നല്ലതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.